എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസായ പട്ടാപ്പകൽ എന്ന് പറയുന്ന സിനിമയുടെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസായ സിനിമയാണ് പട്ടാപ്പകൽ. 1 മണിക്കൂർ 45 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സിനിമയാണ്. സാജർ സദഫ് ആണ് അതിൻ്റെ ഡയറക്ടർ. അതിൻ്റെ തിരക്കഥാകൃത്ത് PS അർജുൻ ആണ്. സിനിമ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു CCTV ക്യാമറയിൽ ചില കള്ളന്മാർ ഒരിടത്ത് കക്കാനായിട്ട് കയറുന്നു. എന്നിട്ട് കട്ടിട്ട് അവർ തിരിച്ചു പോകുന്നതാണ് കാണിക്കുന്നത് രാത്രി ഭാഗത്ത്. പിറ്റേ ദിവസം പിന്നെ നേരം വെളുക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് അതൊരു മന്ത്രിയുടെ വീടായിരുന്നു എന്ന്. അപ്പോൾ 3 കള്ളന്മാരാണ് മന്ത്രിയുടെ വീട്ടിലേക്ക് കയറിയത്. അവിടെ നിന്ന് ചില സാധനങ്ങൾ, മന്ത്രിക്ക് വിലപ്പെട്ട ചില സാധനങ്ങൾ അവിടെ കളവ് പോയിട്ടുണ്ട്. അപ്പോൾ കള്ളന്മാർ ആ സാധനം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വിലപേശൽ ഒരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്തിടയിലും ഒരു കാമുകി ഉപേക്ഷിക്കപ്പെട്ട ഒരു കാമുകൻ, അതായത് ബൈക്ക് ഇല്ലാത്തതിൻ്റെ പേരിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കാമുകൻ ബൈക്ക് മോഷ്ടിക്കാനായിട്ട് അലഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ പിഷാരടിയും കടന്നു വരുന്നത്. അതായത് ഫ്രോഡ് ആയ ഒരു ചാരിറ്റി പ്രവർത്തനമാണ് ഇതിൽ പിഷാരടി. ആളുകളെ പറ്റിച്ചിട്ട് ചാരിറ്റി നടത്തുന്ന ചില വ്യക്തികളുണ്ട്. അതിന് ആണ് പിഷാരടിയുടെ റോള്. അടുത്ത ഭാഗത്തിണെങ്കിൽ പഴയ ചില കാറുകൾ അല്ലെങ്കിൽ ചില വണ്ടികളെല്ലാം മറച്ച് വിറ്റിട്ട് അതിൽ നിന്ന് ലാഭം നേടുന്ന ഒരു കൂട്ടം യുവാക്കൾ. അപ്പോൾ ഇവരുടെ എല്ലാവരോടും കൂടിയിട്ടുള്ള ഒരു കഥയാണ് ഈ പട്ടാപ്പകൽ. ഒരു ദിവസം നടക്കുന്ന കഥയാണ്. അതായത് ആദ്യം തുടങ്ങുന്നത് ഒരു രാത്രിയിൽ കള്ളന്മാർ കയറുന്നു. അതിനുശേഷം ഒരു ദിവസം നടക്കുന്ന ഒരു കഥയാണ്. അതുകൊണ്ടാണ് ഇത് പട്ടാപ്പകൽ എന്ന് പേരിട്ടിരിക്കുന്നത് ഈ സിനിമയ്ക്ക്. അപ്പോൾ കുറച്ച് നർമ്മരസങ്ങളൊക്കെ ഇതിൽ വരുത്താനായിട്ട് തിരക്കഥാകൃത്ത് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടും അതൊന്നും അത്രയ്ക്കൊന്നും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറുന്നില്ല. പ്രേക്ഷകർ ഒരു ബോറടിച്ച അവസ്ഥയിലാണ് സിനിമ കണ്ട് ഇരിക്കുന്നത്. അതുകൂടാതെ കോമഡിക്ക് അനുയോജ്യമായ ഒരു സാഹചര്യങ്ങൾ തിരക്കഥയിൽ വരുന്നില്ല. അവസാനം ഇവരെല്ലാവരും, ഈ എല്ലാ കള്ളന്മാർ, അതായത് ബൈക്ക് മോഷ്ടിക്കാനായ പിഷാരടി, ഒപ്പം കാമുകൻ ഉപേക്ഷിച്ച ആ കാമുകൻ, അതുകൂടാതെ കാർ മോഷ്ടാക്കൾ, ഇവരെല്ലാവരും കൂടി അവസാനം ഒരു കൂടിച്ചേരൽ നടന്നു. പോലീസ് ഇവരെല്ലാവരും പിടിക്കുന്നതാണ് ഇതിൻ്റെ കഥാതന്തു. ഈ സിനിമ ഭൂരിഭാഗം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം പ്രത്യേകിച്ച് ഇതിൽ ഒന്നും പറയാനായിട്ടില്ല. പ്രകടനത്തിൻ്റെ കാര്യം ഇതിൽ പ്രത്യേകിച്ച് വെല്ലുവിളി നിറഞ്ഞ ഒരു റോളും ആർക്കും അങ്ങനെ ഇല്ല. 3 പാട്ടുകളാണ് ഈ സിനിമയിലുള്ളത്. ഒരെണ്ണം പാടിയിരിക്കുന്നത് നമ്മളെ ജാസി ഗിഫ്റ്റാണ്. ഇതിൽ തിരക്കഥാകൃത്ത് ചില രംഗങ്ങളിൽ കോമഡി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അങ്ങനെ പ്രേക്ഷകർ സ്വീകരിക്കപ്പെടുന്ന ഒരു കോമഡി ആയിട്ട് അതിൽ നമുക്ക് കാണുന്നവർക്ക് അത് ഫീല് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ.